ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മൈഗ്രെയിൻ, ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൈഗ്രെയിൻ എന്ന് വെച്ചാൽ ഇതൊരു രീതിയിലത്തെ ഒരു തലവേദനയാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക്. അത് അഗെയിൻ ആൻഡ് അഗെയിൻ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. കണ്ടിന്യൂറ്റി ഉണ്ടാവും, കോൺസ്റ്റൻ്റ് എന്ന് പറയുമല്ലോ, അതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പ്രിക്കോഷൻസായി എടുക്കേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ചിലപ്പം അത് ജനറേഷൻസ് കണക്കിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് പോയിക്കുന്നത് ഒരു രീതിയിലത്തെ തലവേദനയാണ്. അതായത് ഞങ്ങളുടെ ഒരു ആൻസിസ്റ്റേഴ്സ്ക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കും വരാവുന്നതാണ്. അതായത് മെയിനായിട്ട് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് ടൈമിന് കഴിക്കാത്തതാണ്, ഇല്ലെങ്കിൽ ഉറക്കം കുറവുള്ളതുകൊണ്ടാണ്, ലാക്ക് ഓഫ് സ്ലീപ്പ് എന്ന് പറയില്ല അത്. പിന്നെ നന്നായിട്ട് ഞങ്ങളുടെ ബോഡി കെയർ ചെയ്തില്ലെങ്കിൽ, അതായത് ഇൻറ്റർണലായിട്ട്, അതായത് തലവേദന വന്നു ടൈമിന് അതൊരു ഗുളികയോ ഇല്ലെങ്കിൽ ബാം, ഇല്ലെങ്കിൽ നന്നായി ഒരു ഹോട്ട് വാട്ടർ ചൂടുവെള്ളം കുടിച്ചില്ലെങ്കിൽ, കറക്റ്റായി ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ, ഒരുപാട് ഡീഹൈഡ്രേറ്റ് ചെയ്താലും ബോഡി നാച്ചുറലായിട്ട് ഡീഹൈഡ്രേഷൻ ആയാൽ തന്നെ അത് ഞങ്ങളുടെ ബ്രെയിനിൻ്റെ നെർവസ് സിസ്റ്റമിനെ ബാധിക്കും. പിന്നെ ബ്രെയിൻ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് ഇനിയൊരു കാരണം എന്ന് വെച്ചാൽ ആങ്സൈറ്റി, പിന്നെ ഇനിയൊന്ന് അസിഡിറ്റി, വയറിലുള്ള അസുഖങ്ങൾ, അസിഡിറ്റി ആവാം, പിന്നെ ബ്ലോട്ടിങ് ആവാം. ഇങ്ങനെ ഞങ്ങൾ കഴിക്കാണ്ട് ഇടവിട്ട് കഴിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊരു ടൈം, അതായത് 8 to 9 ഡെയിലി സെയിം ടൈമിൽ കഴിച്ചില്ലെങ്കിൽ ഡിഫറെൻ്റ് ഒരു ടൈം, അതായത് 11 മണിക്ക് 11 o'clock കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിവേഴ്സ് എഫക്റ്റാണ് ഞങ്ങളുടെ ബോഡി റിസൾട്ടായി കൊടുക്കുന്നത് ഇവിടെ. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൈം ടു ടൈം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ടൈമിന് ടീ കോഫി കുടിക്കുക, ഇല്ലെങ്കിൽ ടീ കോഫി ഇല്ലെങ്കിലും വേണ്ട, നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക. അതായത് എവറി 2 hours ഓരോരോ വലിയ ഗ്ലാസ് ഓളം വെള്ളം, ഇളം ചൂട് വെള്ളമായാലും ശരി, നോർമൽ വെള്ളമായാലും ശരി, ഒരുപാട് ചില്ലായിട്ടും കുടിക്കാവുന്നത് നല്ലതല്ല. അപ്പോൾ ബോഡിയിലത്തെ ഒരു ടെമ്പറേച്ചർ ബാലൻസ്ഡായി വയ്ക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും നോർമൽ ആയിട്ടുള്ള വെള്ളം തന്നെ കുടിക്കാൻ നോക്കണം. പിന്നെ എന്ന് പറയാനുള്ളത്, ഇവിടെ എക്സസൈസ് ഇല്ലെങ്കിൽ, ദേഹത്തിന് എക്സസൈസ് ഇല്ല, ഡല്ലായിട്ട് ഇരിക്കുന്നു, ഇല്ലെങ്കിൽ ഓവർ തിങ്കിങ്, മെൻ്റൽ സ്ട്രെസ് അധികമായിട്ട് ഓവർ തിങ്ക് ചെയ്യുക, പിന്നെ വേണ്ടാത്ത നെഗറ്റീവ് തിങ്കിങ്, ഇല്ലെങ്കിൽ പാസ്റ്റിൽ തന്നെ ലൈഫ് ഇങ്ങനെ സൈക്കിളിൽ അതേ ചിന്തകൾ തിരിച്ചും മറിച്ചും ഇടുക, അതായത് ഓൾഡ് തോട്ട്സിൽ തന്നെ ഇരിക്കുക, നോട്ട് മൂവിങ് ഫോർവേഡ് ഇൻ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഗോളിനെ കുറിച്ച്, ഞങ്ങളുടെ ഒരു ഗോൾ എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഡല്ലാവാൻ തുടങ്ങും, അതായത് നെർവ്സ് വീക്ക് ആവാൻ തുടങ്ങും, നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാനും അതൊരു ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. ഒരുപാട് ഏർലി മോർണിംഗ് ഒന്നും എണീക്കണം എന്ന് ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 6 o'clock എണീറ്റാൽ അത് അന്നത്തെ ഒരു ഡേ ടു ഡേ എന്താ ആക്ടിവിറ്റി ഉള്ളത്, എന്താ ഞങ്ങൾക്ക് എല്ലാം ചെയ്ത് തീർക്കാനുള്ളത് എല്ലാം ചെയ്യുക. ആക്റ്റീവായിട്ട് ഞങ്ങളുടെ പറ്റി ചിന്തയോടെ തന്നെ പോസിറ്റിവിറ്റി ആയിട്ട് ഞങ്ങളുടെ
എല്ലാം ദൈനംദിന കാര്യങ്ങൾ, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നടക്കുക. പിന്നെ ജോലി ചെയ്ത് വരുമ്പോൾ ഒന്ന് ഷോർട്ട് ബ്രേക്സ് എടുക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ജോലി ചെയ്യുമ്പോൾ, അതായത് ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഒരുപാട് അതായത് ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ മറന്നു പോകുന്നതാണ് നമ്മൾ പൊതുവെ ചെയ്യാറ്. പിന്നെ ലേറ്റ് നൈറ്റിൽ ലാപ്ടോപ്പ് ആവട്ടെ, മൊബൈലാവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ആ സ്ക്രീനിങ് ടൈം എന്ന് പറയുന്നത് കുറയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കണ്ണിന് ഇതൊക്കെ ഒന്ന് ഒരു തടസ്സമാവും. അതായത് കണ്ണിൻ്റെ ഒരു ആരോഗ്യം കുറഞ്ഞു വരാനും ബ്രെയിനിലത്തെ ഒരു നെർവ്സൊക്കെ വീക്കാവാനും ഇത് കാരണമാകും. അപ്പോൾ ഇത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒരു ടൈം അലോട്ട് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് ഒരു ടൈം കഴിഞ്ഞിട്ട് ഞാൻ ഇത് എല്ലാം ക്ലോസ് ചെയ്ത് വയ്ക്കും. പിന്നെ ഞാൻ ഉറങ്ങും. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 8 ഇല്ലെങ്കിൽ 7 hours ഞാൻ ഉറങ്ങാൻ ശ്രമിക്കും എന്ന് ആലോചിച്ച് കിടക്കുക. പിന്നെ എപ്പോഴും നിങ്ങളുടെ ഫോൺസ് ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ എല്ലാം ഓഫ് ചെയ്ത് കിടക്കുക. പിന്നെ ബെഡ്റൂമിൽ ഒന്നും വെക്കാണ്ടേ ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ എന്ന് പറയുന്നത് ടിവിയുടെ സ്ക്രീനിങ് ടൈമും കുറയ്ക്കാൻ നോക്കുക. പിന്നെ എന്ന് പറയുന്നത് മൈഗ്രെയിൻ എന്ന് പറയാനുള്ളത് എപ്പോഴും പൊതുവെ ഞങ്ങൾ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു തലവേദന, അതായത് ഭാരമായിട്ട് എപ്പോഴും തോന്നുന്ന ഒരു തലവേദന ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി ഹൈഡ്രേഷനാണ് വേണ്ടത്. നന്നായി വെള്ളം കുടിക്കുക. പിന്നെ നന്നായി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ടൈം ടു ടൈം കഴിക്കുക. പിന്നെ സ്ട്രെസ്സ്, ടെൻഷൻസൊക്കെ കുറയ്ക്കുക. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത് ഈ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്ത് നോക്കുക. എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന രീതിയിലൊക്കെ അതൊന്ന് ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റേണ്ടതെന്ന് വെച്ചാൽ വിതൗട്ട് എനി റീസൺ എക്സ്ട്രീമായിട്ട് ആങ്കർ ആവാണ്ടിരിക്കുക. അതായത് ആങ്സൈറ്റി എന്ന് പറയുന്നത് അതൊന്ന് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇത് ഹെൽപ്ഫുള്ളാവും. ഞങ്ങളുടെ ഒരു ആരോഗ്യത്തിനും ഞങ്ങളുടെ ഒരു മെൻ്റൽ വെൽബീയിങ്ങിനും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് സാധാരണ ആയിട്ട് കണക്കാക്കാതെ ഇതൊരു നോർമലായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ ഇനീഷ്യലായിട്ട് ഞങ്ങൾ സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ അത് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മിഡിൽ ഏജ് ആയാലും ഞങ്ങൾക്ക് ഇതൊരു ഹെൽത്ത് കണ്ടീഷനായി മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. എപ്പോഴും നന്നായി വെജിറ്റബിൾസ്, നല്ല ഫ്രഷായി വെജിറ്റബിൾസ്, പിന്നെ ഫ്രൂട്ട് ജ്യൂസ്, പിന്നെ വാട്ടറി കണ്ടൻറ്റ് ആയിട്ടുള്ളതെല്ലാം കഴിക്കാൻ നോക്കുക. അതായത് കോക്കനട്ട് വാട്ടർ ആവാം, പിന്നെ ടെൻഡർ കോക്കനട്ട് വാട്ടർ. ഒരുപാട് വെള്ളം തന്നെ നമ്മുടെ ദേഹത്തിലുണ്ടെങ്കിൽ അത് ഒരു നാച്ചുറൽ മെഡിസിനായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഒരു ആരോഗ്യം നിലനിർത്താനും വേറെ ഇൻറ്റർണൽ ബോഡിയുടെ ഫങ്ഷൻസൊക്കെ നന്നായി വയ്ക്കാനും ഞങ്ങളെ ആരോഗ്യമായിട്ട് ഇരുത്താനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ദയവായി ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അറിയിക്കുക. പിന്നെ എങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.